130ാമത് മാരാമൺ കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ സംസാരിക്കുന്നത് കേൾക്കുക. എക്യൂമെനിക്കൽ കൗൺസിലിനെ കുറിച്ച് 1933 വില്യം മാരിയം ബ്രൺഹാമിലൂടെ കർത്താവ് പറഞ്ഞിരുന്നു, ഗോതമ്പ് കളപ്പുരയിലേക്ക് ശേഖരിക്കുമ്പോൾ കളകൾ കൂട്ടിക്കെട്ടുന്നത് അവരവരുടെ സഭകളിൽ തന്നെയാണ്. എന്നാൽ ഭക്തിയുടെ മൂർച്ച കൂട്ടുകയും അവസാനം ഈ എല്ലാ സംഘടനാ സഭകൾ, അതായത് കളപ്പുരയിൽ ശേഖരിക്കപ്പെടാത്ത എല്ലാ കളകളും ഗോതമ്പ് മാത്രമേ ശേഖരിക്കപ്പെടുകയുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു എന്ന വാതിൽ വഴിയായി തന്നെ അകത്തേക്ക് കടക്കണം. അവിടെ ചെയ്യുന്ന സ്നാനവും വിശ്വാസവും, മരണടക്ക ശുശ്രൂഷ യേശുക്രിസ്തു നാമത്തിൽ, സ്നാനം യേശുക്രിസ്തു നാമത്തിൽ, കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠ യേശുക്രിസ്തു നാമത്തിൽ, എല്ലാം കർത്താവായ യേശുക്രിസ്തു നാമത്തിലായിരിക്കും. എന്നാൽ ഇവർ ഈ എക്യൂമെനിക്കൽ കൗൺസിലുള്ളവർ ഒന്നും അങ്ങനെ ചെയ്യില്ല. എന്നാൽ യേശു നാമ സഭകളും അതിൽ പെട്ടിരിക്കുകയാണ്. എക്യൂമെനിക്കൽ കൗൺസിൽ അത് ഗോതമ്പ് അല്ല, കളകളാണ്. കാര്യം ഗോതമ്പിനുള്ള ആഹാരം വേറെയാണ്. അത് അന്ത്യനാളിൽ ദൈവം ഒരുവനിലൂടെ സംസാരിച്ചു. ഈ കാലം നോഹയുടെ കാലം പോലെയെന്ന നോഹ വിളിച്ച് അകത്തേക്ക് കയറ്റിയ ജനത്തിൻ്റെ ആഹാരം പെട്ടകത്തിനകത്തായിരുന്നു. അതുപോലെ യോഹന്നാൻ 10 യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവയ്ക്ക് മുമ്പായി വഴി നടത്തും. വഴി നടക്കുമ്പോഴത്തേക്ക് കർത്താവ് മന്ന ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ആ മണവാട്ടി കഴിക്കേണ്ട മന്ന എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു കളയും 99% ക്രിസ്ത്യാനികളും അത് അംഗീകരിക്കില്ല. കാര്യം അവർക്ക് തിരിച്ചറിയുന്നതല്ല. 1% തിരിച്ചറിയുന്നവർ വീണ്ടും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് വീണ്ടും പഴയതുപോലെ പോവുകയും, അല്ലെങ്കിൽ അവരുടെ പ്രസംഗം കേൾക്കും, ഇവിടുത്തെ പ്രസംഗം കേൾക്കും, എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞ് ആവും. ഒരിക്കലും അവരുമായിട്ട് കേൾക്കാൻ പാടില്ല. അവരുടെ പ്രസംഗവും വചനവും ഒന്നും അവരുടെ വെളിപ്പാട് ശരിയല്ലല്ലോ. വെളിപ്പാട് ശരിയല്ലാതെ ആരാധിക്കുന്നവരെല്ലാം ഭൂതത്തെയല്ലേ ആരാധിക്കുന്നത്. പിന്നെ എങ്ങനെ അവരുടെ മേശ ലോകരിക്കാരാകും, അവരുടെ കൂടെ ആരാധന കൈക്കൊള്ളും. അപ്പോൾ അതാ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക. എക്യൂമെനിക്കൽ കൗൺസിലിനെ കുറിച്ച് 130ാമത് മാരാമൺ കൺവെൻഷൻ ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കേൾക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റോമർ 12:2. 130ാം മാരാമൺ കൺവെൻഷൻ്റെ ബുധനാഴ്ച ദിവസത്തിലെ ഈ യോഗം ലഹരി വിമോചന സമ്മേളനമായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയെയും അഭിവന്യ തിരുമേനിമാരെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും വൈദികരെയും സുവിശേഷകരെയും വിശ്വാസ സമൂഹത്തെയും മദ്യവിമുക്ത പ്രവർത്തകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലത്തെ സമ്മേളനം എക്യുമെനിക്കൽ സമ്മേളനമായിരുന്നു. റവറൻഡ് പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളെ മുഖ്യ സന്ദേശം നൽകി. ക്രിസ്തു ശരീരമായ സഭയുടെ ഐക്യം കാലത്തിൻ്റെ അനിവാര്യതയാണെന്നും അതിനായി സഭകൾ ഒന്നിച്ചു നിൽക്കണമെന്നും ആഹ്വാനം നൽകി. വിശ്വാസത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ സഭകൾ ഇന്ന് പരസ്പരം പോരടിക്കുമ്പോൾ അനുരഞ്ജനത്തിനായി, സമാധാനത്തിനായി സഭ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രാർത്ഥനയാണ് സഭയുടെ ഐക്യത്തിൻ്റെ കണ്ണികളെ ബലപ്പെടുത്തുന്നത്. നിക്യ സുനഹോസിൻ്റെ 1700ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ നാളുകളിൽ സഭകൾ ഒന്നിച്ച് ഒരു ശരീരമായി പ്രവർത്തിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് ഇന്ന് രാവിലെ നടന്ന യോഗത്തിൽ റവറൻഡ് പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളെ ഉദ്ബോധിപ്പിച്ചു. എത്രാമത്തെ കൺവെൻഷൻ? 1700ാമത്തെ. വെളിപ്പാട് പുസ്തകത്തിൽ പെന്തക്കോസ്തുകാർക്കും അറിയില്ല, ഒരു സഭകൾക്കും അറിയില്ല. 1700കൾ, അതായത് ഒന്നാം സഭാകാലം തുടങ്ങി 300 വർഷമായപ്പോൾ അന്ന് നിലവിൽ വന്നതാണ് നിക്കാസ് ലേവിയരുടെ ഉപദേശം പകയ്ക്കുന്നു എന്നൊരു നന്മ ഞാൻ നിന്നിൽ കാണുന്നു, അത് ഞാനും പകയ്ക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 2ാമത്തെ സഭാകാലത്തിൽ കർത്താവ് പറയുന്നുണ്ട്. 1ാമത്താണ്. അപ്പോൾ നിക്യ സുനഗദോസ് 2ാമത്തെ സഭാകാലം. നിക്യ സുനഗദോസ് വിളിച്ചു കൂടുക, അതിപ്പോൾ നിക്യ കൗൺസിലായി. നിക്കോ ലേവിയ ഉപദേശം അതെല്ലാം മാറി ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത് എക്യൂമെനിക്കൽ കൗൺസിൽ എന്ന് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അപ്പോൾ 1700ാമത്തെ വാർഷികം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ 2000 വർഷം ആയപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിൽ തുടങ്ങിയ സഭയുടെ വിശ്വാസം, സ്നാനം, പ്രത്യാശ, കൈവെപ്പ്, കൂട്ടായ്മ, അപ്പം നുറുക്കൽ എല്ലാം കർത്താവായ യേശുക്രിസ്തു നാമത്തിലാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 4:12 കർത്താവ് നൽകിയ നാമമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 4:12 പറഞ്ഞ് 5 വാക്യം താഴെ 17-18 ഈ എതിർ ക്രിസ്തുക്കളെല്ലാം ചേർന്നിട്ട് ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞത്.
ഇന്നും ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭകൾ ഒന്നും യേശുനാമ സഭകൾ സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. കത്തോലിക്കയും പെന്തക്കോസും പഠിപ്പിക്കുന്ന വെളിപ്പാടുകൾ തന്നെ, വെളിപ്പാടല്ല, അവരുടെ ബുദ്ധിയിൽ വരുന്ന ഉപദേശമാണ് അവരും പഠിപ്പിക്കുന്നത്. അത് ധാരാളം വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ 9809150386. ഈ വാട്സപ്പിൽ വന്നാൽ അവ അയച്ചു തരാം. ധാരാളം കാര്യങ്ങൾ ഇവർ തെറ്റാ പഠിപ്പിക്കുന്നത്. പെന്തക്കോസും യേശുനാമ സഭയും ഇവർ പഠിപ്പിക്കുന്നത് തന്നെ സ്നാനം മാത്രം യേശുനാമ സഭകൾ ശരി, ബാക്കി എല്ലാം തെറ്റാണ്. അപ്പോൾ അതെല്ലാം കളകളാണ്. അപ്പോൾ എക്യൂമെനിക്കൽ കൗൺസിലിൽ കളകളെയും കൂട്ടിക്കെട്ടി കഴിഞ്ഞു. സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ അത് UPC യേശുനാമ സഭകൾ എല്ലാം അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം സഭയുടെ. ഇത് ഒരിക്കലും ഗോതമ്പ്, ഞാനിപ്പം ചെയ്യുന്ന ശുശ്രൂഷ മത്തായി 13:30 ഗോതമ്പ് കളപ്പുരയിലേക്ക് ശേഖരിക്കുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വരവിന് മുമ്പ് കൊയ്ത്തോളം വളരട്ടെ, കൊയ്ത്തിൻ്റെ നാളിൽ യജമാനൻ ദൂതന്മാരെ, അത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ച അതേ വ്യക്തികൾ മാത്രം. ആ വ്യക്തിക്ക് ആത്മാവ് ലഭിക്കണമെങ്കിൽ അവൻ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനപ്പെട്ടിരിക്കണം. എന്നാൽ ഇങ്ങനെ സ്നാനപ്പെട്ട യേശുനാമ സഭകളിലുള്ള ആർക്കും പരിശുദ്ധാത്മാവില്ല. അത് ധാരാളം വിഷയങ്ങൾ അവർ തെറ്റായി പഠിപ്പിക്കുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് വഴി അയച്ചു തരാം, വന്നാൽ മതി. അപ്പോൾ ഇത്രയും കാലം അവരുടെ ഉള്ളിൽ യഥാർത്ഥ പരിശുദ്ധാത്മാവാണെങ്കിൽ ഈ വചനങ്ങളെല്ലാം തെറ്റുപഠിപ്പിച്ചപ്പോൾ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവാണ് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ എത്രയോ തവണ അത് തെറ്റിത്തിരുത്തി കൊടുക്കുമായിരുന്നു. ഈ തെറ്റായ വ്യാഖ്യാനം വിശ്വസിച്ചും എത്രയോ പേര് മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ നാശത്തിലല്ലേ പോയത്? മനുഷ്യർ പറയും നിത്യതയിൽ. നിത്യത ഒറ്റേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു. അതാണ് ജീവൻ. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ജീവൻ തിരികെ പിടിക്കണം. അതിന് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ പാപപരിഹാരം ഒരുക്കിയത് യേശുക്രിസ്തുവാണ്. ആ നാമത്തിൽ തന്നെ സ്നാനം ചെയ്യണം, യേശുക്രിസ്തു നാമത്തിൽ തന്നെ മരണാടക ശുശ്രൂഷ ചെയ്യണം, യേശുക്രിസ്തു നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠ ചെയ്യണം, യേശുക്രിസ്തു നാമത്തിൽ തന്നെ വിവാഹം ചെയ്യണം. എവരാരെങ്കിലും യേശുക്രിസ്തു നാമത്തിൽ വിവാഹം ചെയ്യാറുണ്ടോ? എവരാരെങ്കിലും യേശുക്രിസ്തു നാമത്തിൽ മരണാടക ശുശ്രൂഷ ചെയ്യോ? എവരാരെങ്കിലും യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യോ? എതിർക്രിസ്തുക്കളാണ് യേശു പറഞ്ഞ എതിർക്രിസ്തുക്കളും കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരാണ്. ഇവരെ വിട്ടു പോരുവേൻ. താല്പര്യമുള്ളവർ വചനത്തിൽ വിളിക്കുക. 99% പേരും ഇവർക്ക് അനുകൂലമായിരിക്കും. കർത്താവിനോട് യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമമാണ് ഭർത്താവിൻ്റെ നാമമെന്ന് പറഞ്ഞിട്ട് ആ നാമം ബന്ധിരിക്കണമെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം ചെയ്ത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാകും. നോക്കൂ, എക്യുമെനിക്കൽ കൗൺസിലാണ്. ഇവരെല്ലാം കളകളാണ്. ഈ സമയത്ത് ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ജനത്തെ കർത്താവ് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മളൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ അത് മനസ്സിലായെങ്കിലും ധാരാളം പേര് വിളിക്കുന്നു, മനസ്സിലാകുന്നുണ്ട്. പക്ഷേ മനസ്സിലായവരാരും അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. പാറപ്പുറത്തും മുള്ളിനിടയിലും വഴിയരികിലും വീണതുപോലെ എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നു. 1-2 പേർ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. പുറത്തേക്ക് വന്നവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആരുടെ ഉപദേശം പ്രസംഗം കേൾക്കാൻ പാടില്ല. മന്ന ശേഖരിച്ചിട്ടുണ്ട്. 1200 പ്രസംഗങ്ങൾ കർത്താവ് ഒരു ദൈവദാസനിലൂടെ മണവാട്ടിയുടെ മന്ന സംസാരിച്ചു. നോഹയുടെ കാലം പോലെ ആകുമെന്ന. നോഹ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയവരുടെ ഭക്ഷണം പുറത്തുനിന്നല്ല കൊണ്ടുപോയത്, നോഹ തന്നെ അവിടെ അകത്ത് കയറ്റി ശേഖരിച്ചിരുന്നു. അതുപോലെ മണവാട്ടിയുടെ മന്ന ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർ വിളിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേൾക്കുക. ലഹരി വിമോചന സമ്മേളന യോഗത്തിൽ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ബർന്നവാസ് സവർഗൻ മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ സന്ദേശം നൽകുന്നു. മലങ്കര മർത്തോമാ സുറിയാനി സഭയുടെ ഉറ്റമിത്രമാണ് അഭിമന്യ തിരുമേനി. സഭാ ഐക്യത്തിന്റെ ശക്തനായ വ്യക്തിത്വമായ തിരുമേനി സുവിശേഷത്തിന്റെ മുന്നണി പോരാളിയാണ്. എ മാൻ ഓഫ് വിത്ത് പാഷൻ. മിഷണറി ദർശനത്തിന്റെ ശക്തനായ വക്താവായ ഭാരത സുവിശേഷീകരണത്തിന് അർത്ഥവത്തായ നേതൃത്വം നൽകുന്നു. സമൂഹത്തിൽ നൊമ്പരപ്പെടുന്നവരോടും വേദനപ്പെടുന്നവരോടും കരുതലുള്ള തിരുമേനി ഊഷ്മളമായി വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കും ശക്തമായി പിന്തുണ നൽകുന്ന അഭിമന്യ പിതാവ് ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മോടൊപ്പം പങ്കെടുത്ത് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നു. അഭിമന്യ പിതാവ് ഇതിനു മുൻപും നമ്മോടൊപ്പം മാരം കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അഭിമന്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശനിയാഴ്ച രാവിലെ വരെ 7:30 ബൈബിൾ ക്ലാസുകൾ പന്തലിൽ നടക്കുന്നു. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവണം, കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ വിളിക്കുക. വാട്സപ്പ് നമ്പർ വീണ്ടും പറയുന്നു, 9809150386. ദൈവത്തിൻ്റെ ആടുകൾ ജാഗ്രതയോടെ അന്വേഷിക്കുന്നുണ്ടാവും. അവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ദേഷ്യം വരും. കാര്യം അവർ ജാഗ്രതയോടെ അന്വേഷിക്കുന്നില്ല. ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുകയും വിളിക്കുകയും സംസാരിക്കുകയും അവർ അക്കളപ്പുരയിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യും. ബാക്കിയെല്ലാം കളകളാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്. എൻ്റെ പേര് പോൾ രാജ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര.